ബബ്ലു ശങ്കർ കൂടി ടെലിഫോൺ ലൈനുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം മുൻ ജീവനക്കാരനാണ്. ശ്രീ ബബ്ലു ശങ്കർ, താങ്കൾക്ക് മനസ്സിലാകുന്ന എന്താണ്? ഇത് മോഷണമാണോ, അബദ്ധത്തിൽ സംഭവിച്ചതാണോ? ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന കുറച്ച് നാളായിട്ടുള്ള പ്രതിഭാസമാണ്. അതായത് ചില സാധനങ്ങൾ അവിടുന്ന് നഷ്ടപ്പെടുകയും അതിനുശേഷം അത് കുറച്ച് ദിവസത്തിനകത്ത് ചിലപ്പോൾ ചില സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ചില സാധനം കിട്ടാതെ വരുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് ഒരു മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രതിഭാസം. ഒരുപക്ഷെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇത്രയും വലിയ നിധിശേഖരമുള്ള സ്ഥലത്ത് ഇത് എങ്ങനെ സംഭവിക്കുന്നതാണ്. ഒരു ഹൈ സെക്യൂരിറ്റി സോണാണ് ഇത്. നിലവറയിൽ നിന്നും പോയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം ജോസഫ് സാർ പറഞ്ഞ പോലെ അല്ല, നിലവറയിൽ നിന്നും സാധനം പോയിട്ട് പൂവട്ടക എന്ന് പറഞ്ഞത് നിലവറയിൽ ഇൻവെന്ററി സെക്ഷൻ എടുത്ത് കാത്തു സൂക്ഷിച്ച സാധനമാണ് അവിടുന്ന് പോയത്. എന്നാൽ കോടതിയിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2.5-3 വർഷമായിട്ട് ഞാൻ കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് അപേക്ഷകൾ കൊടുത്ത സമയത്ത് അത് നിരസിച്ചതിനെ തുടർന്ന് ഇവിടെ നീതി ലഭിക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അന്ന് ഹൈക്കോടതി വിശദീകരണം ചോദിച്ചപ്പോൾ ഇവരിത് തിരിച്ചു മറുപടി കൊടുത്തിരിക്കുന്നത് പൂവട്ടക എന്ന് പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. എന്നാൽ അത് ഞങ്ങൾ റീപ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അത് എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്? സ്വർണത്തിന്റെ പഴയ സ്വർണത്തിന്റെ മൂല്യവും അതെ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആന്റിക് വാല്യൂ 600 വർഷം പഴക്കമുള്ള ഒരു സാധനം അവിടെ നഷ്ടപ്പെടുകയും അതിനെ തിരിച്ച് റീപ്ലേസ് അതാണ് അതോറിറ്റി ചെയ്തത്. ഇന്നല്ല പണ്ടും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ള ചില സാധനങ്ങൾ പോകുമ്പോൾ ഇത് ഇപ്പം ഹനുമാൻസ്വാമിയുടെ രുദ്രാക്ഷമാല നഷ്ടപ്പെട്ടായിരുന്നു. 2 ദിവസം കഴിയുമ്പം അത് ചവറുകൂനെ ഒന്ന് തെക്കേ തറയിൽ നിന്ന് തിരിച്ചു കിട്ടുന്നു. നിവേദ്യ ഉരുളി പോയി കഴിഞ്ഞു, അത് തിരിച്ചു വന്നു. എന്നാൽ പോലീസ് അതിന്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല. അതിന് തെറ്റിന്റെ ഇന്റൻഷൻ ഇല്ല എന്ന് പറയുന്നു. വെള്ളിക്കിണ്ണം ക്ഷേത്രത്തിൽ നിന്ന് വെള്ളിക്കിണ്ണവും അതിന്റെ കൂടെ എന്താണ് പോയെന്ന് അറിയില്ല. പക്ഷെ പോയ സാധനം തിരിച്ച് 2 ദിവസം വന്ന് കയറുമ്പോൾ അത് അപ്രൈസ് പോലും ചെയ്യാതാണ് ഇത് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെടുക്കുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2022-23 കാലഘട്ടത്തില് മഹിംഷ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. ഇത് കീ പോസ്റ്റുകളിലെല്ലാം ഡെയിലി വേജസുകാരെ കുത്തു നിറച്ചുകൊണ്ട് ഇദ്ദേഹം ചൊൽപ്പടിക്ക് ക്ഷേത്രത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനത്തിനെ ഒരുപക്ഷെ ഭരണസമിതി ഉണ്ടായിട്ടും അവിടെ മറ്റൊരു പവർ സെന്റർ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് യാതൊരു തരത്തിലും ഒരു തരത്തിലും ഒരു സേഫ് കസ്റ്റഡിയിലല്ല ചില താരങ്ങൾ നഷ്ടപ്പെടുന്നതും. എന്നാൽ അതിന്റെ പേരിൽ അന്വേഷണം ഇന്ന് ഞാൻ ഹൈക്കോടതി പോയതിനു ശേഷമാണ് ഇപ്പോൾ ചില സാധനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇദ്ദേഹം പരാതിയായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പരാതിപ്പെടാൻ തയ്യാറില്ല. പോലീസിന് പണ്ടേ പോയിട്ടുള്ള സാധനങ്ങള് പരാതിപ്പെട്ടിരുന്നെങ്കിൽ അവരിത് കണ്ടെത്താനുള്ള സംവിധാനം ഉള്ളവരും ചെയ്യുമായിരുന്നു. പക്ഷെ പണ്ടൊന്നും പോയിട്ടുള്ള സാധനങ്ങള് 2022-2023 നഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തുകൊണ്ട് ഇവര് പരാതി കൊടുത്തിട്ടില്ല? അല്ലെ, പരാതി കൊടുക്കുന്ന ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. അവർക്ക് കൂടി ഇതിൽ പങ്കാളിത്തമുള്ളപ്പോൾ, അത്തരത്തിലുള്ള സംശയങ്ങളുള്ളപ്പോൾ അവർ പരാതിയുമായി പോകേണ്ട കാര്യമില്ലല്ലോ. 100%. അതുകൊണ്ട് തന്നെയാണ് ഇവർ പരാതിയായിട്ട് മുൻകാലങ്ങളിൽ പോകാത്തത്. ഇന്ന് ഇപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ പരാതി കൊടുക്കുന്നതിന്റെ പരം ഇപ്പൊ ഫോർട്ട് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നത്? അവിടുത്തെ അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറാണല്ലോ പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ ആ ഒരു സെക്ഷനിലുള്ള ഒരാളെങ്ങനെയാണ് കൊണ്ട് പരാതി കൊടുക്കുന്നത്? ഈ കോടതി ഒരു ഭരണസമിതി നിശ്ചയിച്ചിരുന്നു. ശക്തമായ ചില അന്ന് 2011 കഴിഞ്ഞ ശേഷം കോടതിയിൽ ഇടപെടലൊക്കെ ഈ വിഷയത്തിലുണ്ടായിരുന്നു. അത് പക്ഷേ ശ്രീ ശശിഭൂഷൺ സാറൊക്കെ പറഞ്ഞത് അതിന് പൂർണ്ണമായി അതിന് ശേഷമുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഒരു ഭരണസമിതി എന്നതിനപ്പുറം നിയന്ത്രണം ഇപ്പോഴും മറ്റു ചില ആളുകളുടെ കയ്യിലാണ്. ഈ ഭരണസമിതി ഒരു നോക്കുകുത്തിയായി നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് താങ്കൾക്ക് ബോധ്യപ്പെട്ടുള്ളത്? അതെ, അങ്ങനെ തന്നെയാണ്. ശശിഭൂഷൺ സാർ പറഞ്ഞതിൽ അത് വളരെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഇത് വന്നിരിക്കുന്ന ഒരു ഇന്ററിം കമ്മിറ്റി ആയിരുന്നു. അതിനുശേഷം അത് പെർമനന്റ് കമ്മിറ്റിയിലേക്ക് പോയി. അപ്പം ഇത് മാത്രമല്ല, ടെൻഡർ സംവിധാനങ്ങളൊന്നും പാലിക്കാറില്ല. ഒരു സ്വകാര്യ ജുവലറിക്ക് ഇവിടുന്ന് സ്വർണം കൊടുത്ത സമയത്ത് അത് ഓൾഡ് ഗോൾഡ് പർച്ചേസ് എന്ന് പറഞ്ഞാണ് അവിടെ വാങ്ങിച്ചിരിക്കുന്നത്. എന്നാൽ അതിനും മറ്റു കാര്യങ്ങളൊന്നും പാലിക്കപ്പെടാതെ ഒരു എൻപാനൽ ലിസ്റ്റ് ഇട്ടിട്ടില്ല. ഇത് ഒരു തരത്തിലും ഒരു പബ്ലിക് നോട്ടീസ് പോലും സെർവ് ചെയ്യാതാണ് ഇവിടുത്തെ സാധനങ്ങൾ പോലും എടുത്ത് സ്വകാര്യ ജുവലറികൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ ഇവിടെ നീതിപീഠത്തിന്റെ ഉന്നതത്തിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവിടെ ഭരണസമിതി ഹെഡ് ചെയ്യുന്നത്. എന്നിട്ടും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് മറ്റ് പവർ സെന്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അവരുടെ കയ്യിലാണ് ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്റെ മുഴുവൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഈ പോസ്റ്റുകളിലെല്ലാം ഇത്തരം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളെ വെക്കുന്ന കോൺട്രാക്ട് ബേസിസിലാണ് ആളുകളേക്ക്. ഇന്ന് നോക്കൂ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഏകദേശം 90 തൊട്ട് 95 വരെ മാത്രമേ പെർമനന്റ് ഉദ്യോഗസ്ഥരുള്ളൂ. ബാക്കി മുഴുവൻ ഡെയിലി ബേസിസുകാരാണ്.
അപ്പൊ ഡെയിലി വേഴ്സുകാരെ അവർക്ക് എന്തുത്തരം അവരെ ചൊൽപ്പടിക്ക് നിർത്താൻ സാധിക്കും. ഒരുപക്ഷെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവരെ അപ്പോൾ തന്നെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ തലയിലോട്ട് ആക്കി വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് ചിന്തിക്കൂ. ഇപ്പോഴത്തെ സ്ഥാനത്തിന്റെ കസ്റ്റോഡിയൻ ആരാണ്? അവിടുത്തെ മാനേജറും എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ്. എന്നാൽ അവരിത് പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട ഒരു ഡെയിലി വേഴ്സുകാരന്റെ തലയിലോട്ട് ഇതാക്കിക്കൊണ്ട് വെക്കുകയാണ്. ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഒരിക്കലല്ല നഷ്ടപ്പെട്ടിട്ടുള്ളത്. പല പ്രാവശ്യം പല രീതിയിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വേദി ഉരുളി ആയിക്കോട്ടെ, നിലവറയിൽ നിന്ന് തന്നെയാണ് പോയിരിക്കുന്ന പൂവട്ടക. നിലവറയിൽ നിന്ന് അല്ലാതെ ഒരിക്കലും പറയരുത്. നിലവറയിൽ നിന്ന് എത്ര സ്ഥാനങ്ങൾ പോയിട്ട് ഇതൊരു വലിയൊരു അന്വേഷണത്തിന്റെ പരിധി, ജുഡീഷ്യൽ അന്വേഷണമോ CBI അന്വേഷണമോ വന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ശ്രീ ബബ്ലു ശങ്കർ, താങ്കളുടെ പ്രതികരണത്തിന് ശ്രീ ഗൗതം പത്മനാഭനുണ്ട്. അദ്ദേഹം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും വിലപ്പെട്ടതാണ്. ശ്രീ ഗൗതം പത്മനാഭൻ, സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണം എടുക്കുന്നതും തിരികെ വെക്കുന്നതും ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ചുമതലയുള്ള പോലീസിന്റെയും സാന്നിധ്യത്തിൽ ക്ഷേത്ര ഉദ്യോഗസ്ഥരെ പ്രതിനിധീകരിച്ച് മുതൽപ്പടി, അസിസ്റ്റന്റ് മുതൽപ്പടി, ഗാർഡ്, SI റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥർ, സ്ട്രോങ് റൂമിന്റെ താക്കോലുകളിലൊന്ന് പോലീസിന്റെയും മറ്റൊന്ന് മുതൽപ്പടിയുടെയും കയ്യിൽ, കുറഞ്ഞത് 2 പേർ ഒരുമിച്ച് അധ്വാനിച്ചാൽ മാത്രം സ്ട്രോങ് റൂം വാതിൽ തുറക്കാം. അങ്ങനെ നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത തരത്തിലുള്ള സുരക്ഷയുള്ള ഒരു സ്ഥലമാണ്. ആ സുരക്ഷയിലാണ് ആ സ്വർണ്ണമുള്ളത്. അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് താങ്കളെ അത്ഭുതപ്പെടുത്തുകയാണോ, അതോ താങ്കൾക്ക് ഇതങ്ങനെ പതിവാണ് എന്നുള്ള ബോധ്യമാണോ? തീർച്ചയായിട്ടും പതിവായിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു തുടർക്കഥയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അന്ന് അമൈക്കസ് ക്യൂറി വന്നപ്പോഴും അദ്ദേഹം 35 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇതെല്ലാം വിശദീകരിച്ച് പഠിച്ചതാണ്. അപ്പൊ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഞെട്ടിക്കുന്ന പലതുമായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഇവിടുത്തെ ചില സ്ഥാപിത താല്പര്യക്കാര് മുൻ രാജകുടുംബത്തിന് വേണ്ടി വാദിക്കുകയും അവരെ സംരക്ഷിക്കുന്ന ഒരു രക്ഷാകവചം ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്തത്. അതിന്റെ ഫലമാണ് നമ്മൾ ഇപ്പൊ കാണുന്നത്. കാരണം ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ ജീവനക്കാരോ ഒന്നുമല്ല, ഇപ്പോഴത്തെ ഭരണസമിതിയും ക്ഷേത്ര ഉപദേശക സമിതിയുമാണ്. അതായത് മിസ്റ്റർ രാമവർമ്മയും മിസ്റ്റർ ആദിത്യവർമ്മയും പങ്കാളിത്തം ഉള്ള ഈ 2 സമിതികളാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം അവരെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ അവരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. നേരത്തെ താങ്കൾക്കറിയാം, ഇവിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പാത്രം പോയി. സ്വർണ്ണമാണോ വെള്ളിയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അത് എടുത്തുകൊണ്ട് പോയ ആളെ ഹരിയാനയിൽ നിന്നാണ് അവസാനം നമ്മുടെ പോലീസ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടന്നിട്ടില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇതൊരു തുടർക്കഥയാണ്. മാത്രമല്ല, കുറെ കാലമായിട്ട് ക്ഷേത്രത്തിന്റെ താഴികക്കുടങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. സ്വർണ്ണ താഴികക്കുടങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സ്വർണം പൂശാനാണെന്ന് പറഞ്ഞ സ്വർണം, അതിനെപ്പറ്റി ഒരു ഓഡിറ്റ് ഇല്ല. അത് എത്രയാണ് ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അടിമുടി ഇവിടെ അഴിമതി നടക്കുകയാണ്. അതിന് ജീവനക്കാരെ മാത്രമല്ല, ഇതൊരു പൂർണ്ണമായ അന്വേഷണമാണ് വേണ്ടത്. പക്ഷെ ആദ്യം വിരൽ ചൂണ്ടുന്നത് ഇവിടുത്തെ മുൻ രാജകുടുംബത്തിനെയാണ്. അതായത് ഇപ്പോഴത്തെ കസ്റ്റോഡിയൻസ് ആണ്. അവരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനേജർ ഒന്നുമല്ല. അവരാണ് ക്ഷേത്രത്തിലെ ഷെബായത്ത് എന്ന ടേമാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. ദേ ആർ റെസ്പോൺസിബിൾ, ദേ ഷുഡ് ആൻസർ. ഈ താങ്കളുടെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു, ജോലി ചെയ്ത ആളാണ്. ഇതിന്റെയൊക്കെ നേരിട്ട് കണ്ട ആൾ കൂടിയാണെന്ന് തോന്നല്ലേ? അത് കണ്ട് മടുത്തിട്ടാണോ പുറത്തേക്ക് പോയത്? അല്ല, ഇവിടെ ഞാൻ ഈ കാര്യങ്ങൾ എല്ലാം കണ്ടു എന്ന് പറഞ്ഞാൽ, ഒരു സ്വർണ്ണ പണിക്കാരൻ ഇവിടെ വന്നതും അത് ഈ ചെറുചുറ്റം എന്ന് പറയുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് സ്വർണം തകിടുകൾ അവിടെ വെച്ച് വെൽഡ് ചെയ്യുന്ന കാര്യമൊക്കെയാണ് എന്നെ നിരീക്ഷിക്കാൻ പറഞ്ഞത്. ആ സമയത്ത് അത് ചെമ്പായിരുന്നു എന്നൊക്കെ കണ്ടതും ഇതെല്ലാം ഞാൻ വിശദീകരിച്ച് അമൈക്കസ് ക്യൂറിക്ക് കൊടുത്തതാണ്. എന്റെ അഫിഡവിറ്റ് തന്നെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല. പക്ഷെ അപ്പോഴൊക്കെ എന്നെ കരിവാരി തേക്കാനായിട്ട് അവിടെ ചില സ്ഥാപിത താല്പര്യക്കാരുണ്ടായിരുന്നു. അവരുടെ പിന്നിൽ മുൻ രാജകുടുംബമാണെന്ന് തന്നെയാണ് ഞാൻ അന്നും ഇന്നും കരുതുന്നത്. അതായത് കോടതി നിയോഗിച്ച ഒരു ഭരണസമിതി ഉണ്ടായിട്ടും അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഉണ്ടായിട്ടും, അതായത് ലഭ്യമായ പരമാവധി അധികാരമുള്ള ഒരു ഭരണസമിതി ഉണ്ടായിട്ടും ഇതൊക്കെ സംഭവിക്കുന്നു എന്നത് എത്ര അത്ഭുതകരമാണ്. അവർക്കൊരു ഹോൾഡുമില്ല എന്നുള്ളതാണോ? അല്ല, ഇത് അത്ഭുതകരമൊന്നുമല്ല. ഇതിൽ കുറെ ഭക്തജനങ്ങൾക്കും ഇതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ശ്രീപത്മനാഭനാണ് രാജാവ് എന്ന് പറയുന്നത്, അല്ലാതെ ഏതാനും വ്യക്തികളെ താങ്കൾക്കറിയാം. അടുത്ത കാലത്ത് ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെയൊക്കെ ചില വ്യക്തികളെ രാജാവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഭരണസമിതിയിൽ ഞാൻ നേരത്തെ പരാമർശിച്ച 2 അംഗങ്ങൾ അവരും മുൻ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അംഗങ്ങളാണ്. ഇപ്പോഴത്തെ ഭരണസമിതി